നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ഒരിക്കലും അയാൾ ആ തെറ്റ് ആവർത്തിക്കരുത് എന്നുള്ള ബോധ്യം വരുത്തുക എന്നുള്ളതാണ് ഓരോ കുറ്റവാളികളെയും ജയിലിലേക്ക് അയക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നിയമ നടപടികളൊക്കെ പ്രകാരം ഒരു കുറ്റവാളിയെ ജയിലിലേക്ക് അടയ്ക്കുമ്പോൾ അയാൾ തിരികെ വരുമ്പോൾ അതിൽ നിന്നൊരു കുറ്റബോധം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്നാൽ വന്ന് വിനോദ കേന്ദ്രങ്ങളെക്കാളും സുഖകരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ജയിലുകൾ മാറുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ ജയിലുകൾ മാറുന്നു എന്ന അവസ്ഥയാണ് ഓരോ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. പണമുണ്ടെങ്കിൽ സകല സൗകര്യങ്ങളും പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജയിലിനുള്ളിൽ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് അതേ എന്ന് മാത്രം പറയേണ്ടുന്ന സാഹചര്യം. ഗോവിന്ദചാമിയെ പോലെയുള്ള പെരും കുറ്റവാളിയെ പോലും നിസാരമായിട്ട് ജയിൽ ചാടാൻ സഹായിച്ചത് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഒക്കെ തന്നെയാണ്. ഇതുകൊണ്ട് വലിയ രീതിയിലാണ് പോലീസിനെയും പോലീസ് സംവിധാനങ്ങൾക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. വലിയ രീതിയിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ കേരളത്തിലെ ജയിലുകളുടെ സുരക്ഷയെ പറ്റി വലിയ ആശങ്കകൾ ജനങ്ങളും സംവിധാനങ്ങളും ഒക്കെ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ കഠിനമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുക. ജയിൽ സംവിധാനങ്ങളിൽ ഇനി ഇത്തരം ഒരു പിഴവ് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് നൽകിയിരുന്നത്. പക്ഷേ അത്തരത്തിൽ അന്ന് വിവാദമുണ്ടായപ്പോൾ പോലും ഇത്തരം സംവിധാനങ്ങൾ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതായത് മാറും എന്ന് പറയുന്നതല്ലാതെ കേരളത്തിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും അവിടെയുള്ള കുറ്റവാളികൾ തന്നെയാണ് അവിടുത്തെ പരമാധികാരികൾ എന്നുള്ള റിപ്പോർട്ടുകൾ സൂചനകളാണ് പുറത്തുവരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ അടക്കം പിടികൂടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. 1-ാം ബ്ലോക്കിലെ തടവുകാരനായിട്ടുള്ള പ്രതി ഫോൺ ഉപയോഗിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഫോണ് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 6ാമത്തെ മൊബൈൽ ഫോണാണ് ജയിലിനുള്ളിൽ നിന്ന് ഇത്തരത്തിൽ പ്രതികളിൽ നിന്ന് പിടിക്കപ്പെടുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്തതായിട്ടാണ് ഏറ്റവും അടുത്തതായിട്ട് പുറത്തുവരുന്ന വിവരം. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജയിലിലെ സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജയിലിനുള്ളിലേക്ക് ഫോൺ വലിച്ചെറിയാൻ ശ്രമിച്ച ഒരാൾ പിടിയിലായിരുന്നു. അന്ന് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത്തരത്തിൽ ജയിലിനുള്ളിലേക്ക് സാധനങ്ങൾ വലിച്ചെറിയുകയാണെങ്കിൽ കിട്ടുന്നത് വലിയ തുകയാണ് എന്ന്. ഒരൊറ്റ സാധനം വലിച്ചെറിയുന്നതിലൂടെ 1000 രൂപ സമ്പാദിക്കാമെന്ന് പറയുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ അത് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എടുക്കുകയാണ്. എന്തായാലും ഇതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും ജയിലിനുള്ളിൽ നിന്നും മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത തടവുകാർ അല്ല 1-ാം ബ്ലോക്കിൽ ഉള്ളത് എങ്കിലും സമാന സംഭവങ്ങൾ മറ്റ് ബ്ലോക്കുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയാനുള്ളത് ജയിൽ എന്ന് പറയുന്നത് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ഒരു സ്ഥലമല്ല. അത് എന്ത് നിസാരമായിട്ടുള്ള തെറ്റ് ചെയ്താലും അയാൾ ഒരു കുറ്റവാളി തന്നെയാണ്. ആ കുറ്റവാളികൾക്ക് ഇത്തരത്തിൽ നിയമലംഘനം നടത്തിക്കൊണ്ട് ആരാണ് മൊബൈൽ ഫോണുകൾ എത്തിച്ചു നൽകുന്നത്? വീണ്ടും കോടതി അടക്കം ഇടപെട്ടിട്ട് പോലും വീണ്ടും ഇത്തരം നടപടികൾ ചെയ്യുന്നത് ആരാണ് എന്ന് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പരിശോധനകൾ ശക്തമാക്കിയതിനാൽ കൂടുതൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികൃതർ വിമർശകരുടെ വായടപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ്. ഫോണുകൾക്ക് പുറമെ ബീഡിക്കെട്ടുകളും മറ്റ് മദ്യ ലഹരി വസ്തുക്കളും ജയിലിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അതായത് കേരള പോലീസിനെയും അതുപോലെ തന്നെ ജയിൽ അധികൃതരെയും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. ജയിലിനുള്ള കുറ്റവാളികൾക്ക് അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകുക എന്നുള്ളത് എന്തുമാത്രം നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തും സമാന രീതിയിലുള്ള മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് പോലീസ് സംവിധാനങ്ങളെ ഒന്നടങ്കം നാണം കെടുത്തുന്ന ഒരു കള്ളം അല്ലെങ്കിൽ ഒരു മോഷണം. നമ്മുടെ ജയിൽ ക്യാന്റീനിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപ ഒരു ആൾ മോഷ്ടിച്ചിരിക്കുന്നു. അതായത് പോലീസ് വലയത്തിൽ നിന്നുകൊണ്ട് ഒരു വലിയൊരു മോഷണം നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ പ്രതിയെ പിടിച്ചതും 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ വളപ്പിലെ കഫ്റ്റീരിയയിൽ നിന്നാണ് 4.25 ലക്ഷം
ലക്ഷം രൂപ കവർന്നിരുന്നത്. ആ പണം കവർന്ന പ്രതിയെ പോലീസ് കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്നു. പൂജപ്പുര ജയിലിലെ മുൻ തടവുകാരനായിരുന്ന അബ്ദുൽ ഹാദിയാണ് പിടിയിലായത്. മോഷണ കേസിൽ തന്നെയാണ് ഇയാൾ മുമ്പ് ശിക്ഷ അനുഭവിച്ചു വരുന്നത്. ഈ ഘട്ടത്തിൽ ഇയാൾ ക്യാന്റീനിൽ ജോലി ചെയ്തതായിട്ടാണ് വിവരം. തിരുവല്ലയിൽ നിന്നാണ് പൂജപ്പുര പോലീസ് ഇയാളെ പിടികൂടിയത്. കഫ്റ്റീരിയ കെട്ടിടത്തിന്റെ പിന്നിൽ ചില്ലുകൾ തകർത്ത് അകത്തുകയറി ഓഫീസിന്റെ വാതിൽ തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 18-ാം തീയതി പുലർച്ചെ 4:30-ക്കായിരുന്നു മോഷണ വിവരം പോലീസ് അറിഞ്ഞത് പോലും. കഫ്റ്റീരിയയെക്കുറിച്ച് അറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ വേണ്ടി CCTV ക്യാമറകൾ മുകളിലേക്ക് ഉയർത്തിവെച്ച നിലയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 3 ദിവസത്തെ പണമാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടതെന്നാണ് വിവരം. ആഴ്ച അവസാനമായതിനാൽ കൂടുതൽ പണം ഭക്ഷണശാലയിൽ സൂക്ഷിച്ചിരിക്കും എന്നറിയാവുന്നയാളാണ് മോഷണത്തിന് പിന്നിലെന്നും അധികൃതർക്ക് സംശയമുണ്ടായിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം തടവുകാരും താൽക്കാലിക ജീവനക്കാരുമാണ് കഫ്റ്റീരിയയിൽ ജോലി ചെയ്യാറുള്ളത്. എന്തായാലും ഇത്തരത്തിലൊരു സംവിധാനം കൂടെ വരുമ്പോൾ അത് പോലീസ് സംവിധാനത്തെ എത്രമാത്രമാണ് ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ പാളിച്ചകൾ എവിടെയുണ്ട് എന്നത് ഒരു കുറ്റവാളി പോലും മനസ്സിലാക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ ഒരു കുറ്റവാളിക്ക് പോലും മനസ്സിലാക്കാനുള്ള സാഹചര്യം പോലീസ് സിസ്റ്റം ഒരുക്കി നൽകുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കേരളത്തിലെ ജയിൽ സംവിധാനങ്ങളെ, കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ എന്ത് ധൈര്യത്തിലാണ് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുക? ഒരു കുറ്റവാളിയെ എന്ത് വിശ്വസിച്ചാണ് ജയിലിലേക്ക് അയക്കുക? അയാൾ നാളെ ജയിലിൽ നിന്നിറങ്ങി തങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്തുറപ്പാണുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടെയാണ് ഇത്തരത്തിലുള്ള ഓരോ വാർത്തകളും പുറത്തു വരുമ്പോൾ പറയാനുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള വീഴ്ചകൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് ഉൾപ്പെടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നിലവിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടിയെടുക്കാം എന്നുള്ളതിനേക്കാൾ ഉപരി കുറ്റവാളികളാണ്, അവർക്ക് അവരെ നോക്കേണ്ട രീതിയിലാണ് നോക്കേണ്ടുന്നത് എന്നുള്ള ബോധ്യം പോലീസ് സംവിധാനങ്ങൾക്ക് ഉടനടി തന്നെ നൽകണം എന്നുകൂടെയാണ് ഈ ഒരു വാർത്തകൾ പുറത്തു വരുമ്പോൾ പറയാനുള്ളത്.